Welcome to Shida's Talk. Hello everyone. Today I'm going to help you to study Class 5 Unit 4 Salt in His Shoes Part 2. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 5ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റിലുള്ള സാൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്ന പാഠഭാഗത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം സെക്കൻഡ് പാർട്ട് കാണുക. എങ്കിൽ മാത്രമേ ഈ ഒരു ലെസൺ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയുള്ളൂ. ലോങ് വീഡിയോ ആവുന്നത് കൊണ്ട് തന്നെ 2 പാർട്ടായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓക്കെ ഡിയേഴ്സ്, നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. സാൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്ന ലെസൺ അല്ലേ, എന്ന ലെസണാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ആ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം മാത്രം ഈ സെക്കൻഡ് പാർട്ടിലോട്ട് വരിക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റോറി കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പം നമ്മൾ ഇന്നിപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ചു പോകാം അല്ലേ. നമ്മുടെ മൈക്കൽ ജോർദാൻ വളരെ ഷോർട്ടാണ്. അതുകൊണ്ട് തന്നെ ബ്രദേഴ്സിൻ്റെ കൂടെ സാറ്റർഡേയിൽ പാർക്കിൽ കളിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ മൈക്കൽ ജോർദാൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, വിജയിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അവിടെ എപ്പോഴും ഹൈറ്റായിട്ടുള്ള മാർക്ക് എന്ന് പറയുന്ന ആ ഒരു ടോളർ ബോയ് നമ്മുടെ മൈക്കൽ ജോർദൻ്റെ എല്ലാ ഷോട്ടും എന്ത് ചെയ്യാണ്, തടയുകയാണ്. അങ്ങനെ വളരെ വിഷമത്തോടെ വീട്ടിലെത്തിയപ്പോൾ അമ്മ മൈക്കൽ ജോർദനോട് പറയുകയാണ്, നിൻ്റെ ഈ ഒരു ഇതിന് പ്രതിവിധി സാൾട്ടാണെന്ന്. അപ്പോൾ സാൾട്ട് ഷൂവിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ഹൈറ്റ് വെക്കും എന്നൊക്കെ അമ്മ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരതൊന്ന് കണ്ടിട്ട് വരിക. എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ അങ്ങനെ അമ്മ പറഞ്ഞ പോലെ സാൾട്ട് ഷൂലിടുകയും കഠിനമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്ത് ക്ഷമയോടെ കാത്തിരുന്ന് 4 മാസം കഴിഞ്ഞിട്ടും നമ്മുടെ മൈക്കൽ ജോർദാൻ എന്ത് ചെയ്യുന്നില്ല, ഹൈറ്റ് വെക്കുന്നില്ല. അപ്പോൾ ഭയങ്കര സങ്കടത്തോടു കൂടി മൈക്കൽ ജോർദാൻ എന്ത് ചെയ്യാണ്, പുറത്തിരിക്കുകയാണ്. അപ്പോൾ ബ്രദേഴ്സ് കളിക്കാൻ വിളിച്ചിട്ട് ഒന്നും കൂടെ പോകുന്നില്ല. അത് കണ്ട് വറീഡായ അമ്മ അച്ഛനോട് മൈക്കൽ ജോർദാനോടൊന്ന് സംസാരിച്ച് നോക്കാൻ വേണ്ടി പറയുകയാണ് അല്ലേ. അങ്ങനെ അച്ഛൻ എന്ത് ചെയ്യാണ്, മൈക്കൽ ജോർദാനോട് സംസാരിക്കുന്നിടത്താണ് നമ്മൾ എന്ത് ചെയ്തത്, കഴിഞ്ഞ ക്ലാസ് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് നോക്കാം. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താണ് ഇതിൻ്റെ പ്രശ്നം, നീ എന്താണ് കളിക്കാനൊന്നും പോകാതെ ഇവിടെ ഇരിക്കുന്നത് എന്ന് മൈക്കൽ ജോർദാനോട് ചോദിച്ചു അല്ലേ. അപ്പോൾ അവൻ്റെ കാര്യം പറഞ്ഞു. അമ്മ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഹൈറ്റ് വെക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗമാണ് നമുക്കിന്ന് എടുക്കേണ്ടത്. അപ്പോൾ ഓക്കെ, ഈ ഒരു ഭാഗം നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പം അച്ഛനിവിടെ പറയുന്നുണ്ട് അല്ലേ, അമ്മ പറഞ്ഞ പോലെയൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു, എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല, ഞാൻ ഹൈറ്റ് വെക്കുന്നില്ല എന്നൊക്കെ അച്ഛൻ പറഞ്ഞപ്പോൾ മൈക്കലിവിടെ മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അച്ഛൻ പറയുന്ന കാര്യങ്ങളോട്ടിട്ടാണ് നമുക്കിന്ന് എടുക്കേണ്ടത്. അപ്പോൾ അച്ഛൻ എന്താ ചോദിക്കുന്നത്, ഡാഡി ചോദിക്കുന്നത്, മൈക്കൽ വൈ ഡു യു വാണ്ട് ടു ബി ടോളർ, നിനക്ക് എന്തിനാണ് ടോളർ ആവേണ്ടത്, എന്തിനാണ് നിനക്ക് ഹൈറ്റ് വെക്കേണ്ടത് എന്ന് ചോദിച്ചു അല്ലേ. അപ്പോൾ ഇഫ് ഐ വെർ ടോളർ I would be a great player and I could help our team win, മൈക്കൽ ആൻസേർഡ്. അപ്പോൾ മൈക്കൽ എന്താ മറുപടി പറയുന്നത്, ഞാൻ നല്ല ഹൈറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു പ്ലെയർ ആകാൻ വേണ്ടി പറ്റും, അങ്ങനെ എനിക്ക് എൻ്റെ ടീമിനെ വിജയിപ്പിക്കാനും പറ്റുമെന്ന് മൈക്കൽ അച്ഛനോട് മറുപടി പറയാണ്. But you are a great player son and you already have everything it takes to be a winner right in here. അപ്പോൾ അച്ഛൻ എന്താ പറയുന്നത്, നീ ഓൾറെഡി നല്ലൊരു പ്ലെയർ തന്നെയാണ്, എല്ലാം ഒരു പ്ലെയറിന് വിജയിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നിൻ്റെ ഇവിടെ ഉണ്ട് എന്ന് അച്ഛൻ പറയുകയാണ്. അപ്പോൾ എവിടെ കാണിച്ചിട്ടാണ് അച്ഛൻ പറയുന്നത്, ഡാഡി ടാപ്ഡ് മൈക്കൽ ഓൺ ഹിസ് ചെസ്റ്റ്, അവൻ്റെ ചെസ്റ്റിന് തട്ടിക്കൊണ്ട് പറയുകയാണ്, ഒരു വിന്നർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഓൾറെഡി നിൻ്റെ ഇവിടെയുണ്ട്, അതായത് നിൻ്റെ ഹൃദയത്തിലുണ്ട്, നിൻ്റെ ചെസ്റ്റിലുണ്ട്. ചെസ്റ്റ് തട്ടിക്കൊണ്ട് അച്ഛൻ പറയുകയാണ്. ബീയിങ് ടോളർ മേ ഹെൽപ്പ് യു പ്ലേ എ ലിറ്റിൽ ബെറ്റർ. എന്നിട്ട് അച്ഛൻ തുടർന്ന് പറയുകയാണ്, ഒരു പക്ഷേ ഹൈറ്റ് കുറച്ചൊക്കെ എന്ത് ചെയ്യാം, പ്ലേ ലിറ്റിൽ ബെറ്റർ, കുറച്ചും കൂടെ നിൻ്റെ കളി ബെറ്റർ ആക്കാൻ ഹൈറ്റ് സഹായിക്കുമായിരിക്കും. but not as much as practice
ഡിറ്റർമിനേഷൻ ആൻഡ് ഗിവിങ് യുവർ ബെസ്റ്റ് വിൽ. പക്ഷെ അതൊന്നും തന്നെ പ്രാക്ടീസും ഡിറ്റർമിനേഷൻ മീൻസ് ദൃഢനിശ്ചയം ആൻഡ് ഗിവിങ് യുവർ ബെസ്റ്റ് വിൽ, നിൻ്റെ ബെസ്റ്റ് കളിക്കുമ്പോൾ കൊടുക്കുന്നതിനോടൊന്നും ഒപ്പമെത്തില്ല. ഹൈറ്റ് ഒരു പക്ഷേ നിന്നെ എന്ത് ചെയ്യാം, കുറച്ചൊക്കെ നിൻ്റെ കളി ബെറ്റർ ആക്കാം. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പ്രാക്ടീസും ഡിറ്റർമിനേഷനും നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കലുമാണ്. കളിക്കുന്നതിൽ ഏറ്റവും നമ്മളെ കൊണ്ട് ചെയ്യുന്നതിൻ്റെ മാക്സിമം ചെയ്യുകയാണ് വേണ്ടത്. അതിലാണ് നമ്മളൊരു കളിയിൽ എന്തിലെത്തുക, വിജയത്തിലെത്തുക എന്നുള്ളത് അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്. Those who are the things that make you a real winner. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഒരു യഥാർത്ഥ വിന്നറെ, യഥാർത്ഥ വിജയിക്ക് വേണ്ടത്. ഒരു യഥാർത്ഥ വിജയിയെ നിശ്ചയിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെയാണെന്ന് അച്ഛൻ എന്ത് ചെയ്തു, മൈക്കലിനെ പറഞ്ഞു കൊടുത്തു. മൈക്കൽ തോട്ട് അബൌട്ട് വാട്ട് ഡാഡി സെഡ് ഫോർ എ മിനിറ്റ്. ഡാഡി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു നിമിഷം ഒന്ന് മൈക്കൽ എന്ത് ചെയ്തു, ചിന്തിച്ചു. Then suddenly he jumped up and took off. പെട്ടെന്ന് തന്നെ അവൻ എന്ത് ചെയ്തു, ഇത് എന്തോ ഒന്ന് ആലോചിച്ച നിമിഷം തന്നെ അവൻ എന്ത് ചെയ്തു, പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഓടിപ്പോയി. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ടു സ്റ്റാർട്ട് മൂവിങ് ക്വിക്ക്ലി, പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യുക, പെട്ടെന്ന് തന്നെ ചാടി ഓടി പോവുകയാണ്. വേർ ആർ യു ഗോയിങ് ഡാഡി യെൽഡ് ആഫ്റ്റർ ഹിം. യെൽഡ് എന്ന് പറഞ്ഞാൽ ഉറക്ക വിളിക്കുക. അപ്പോൾ അവൻ ഓടിപ്പോകുമ്പം ഡാഡി എന്ത് ചെയ്യാണ്, ഉറക്ക വിളിച്ച് ചോദിക്കുകയാണ്, നീ എവിടെയാണ് പോകുന്നത്? ഐ ഹാവ് ഗോട്ട് എ ഗെയിം ടുഡേ ആൻഡ് ഐ എം ലേറ്റ്. അപ്പം എന്താ അവൻ പറയുന്നത്, എനിക്കിന്നൊരു കളിയുണ്ട്, ഞാൻ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. മൈക്കൽ യെൽഡ് ബാക്ക്. ആ ഓടുന്നതിൻ്റെ ഇടയിലും ഉറക്കെ അവൻ എന്ത് ചെയ്തു, ഈ ഒരു മറുപടിയും പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ക്വസ്റ്റ്യൻ എന്താ, വാട്ട് വാസ് ഡാഡീസ് അഡ്വൈസ് ടു മൈക്കൽ. അപ്പോൾ ഇതിന് നമ്മൾ എന്താ ആൻസർ പറയാം, വാട്ട് വാസ് ഡാഡീസ് അഡ്വൈസ് ടു മൈക്കൽ. ഡാഡി അഡ്വൈസ് ടു മൈക്കൽ ദാറ്റ് പ്രാക്ടീസ്, ഡിറ്റർമിനേഷൻ ആൻഡ് ഗിവിങ് ഹിസ് ബെസ്റ്റ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഹൈറ്റ്. ഹൈറ്റിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പ്രാക്ടീസും ഡിറ്റർമിനേഷനും നിങ്ങളുടെ ബെസ്റ്റ് നൽകലുമൊക്കെയാണ്. ഹി എംഫസൈസ്ഡ് ദാറ്റ് മൈക്കൽ ഓൾറെഡി ഹാവ് എവറിത്തിങ് ഹി നീഡ്സ് ടു ബി എ ഗ്രേറ്റ് പ്ലെയർ ആൻഡ് എ വിന്നർ. അപ്പോൾ ഒരു കാര്യം കൂടെ ഊന്നി പറയുകയാണ്, മൈക്കലിന് ഓൾറെഡി ഒരു ഗ്രേറ്റ് പ്ലെയറിന്, ഒരു വിജയിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഓൾറെഡി മൈക്കലിനുണ്ട് എന്നുള്ള കാര്യം കൂടെ അച്ഛൻ എന്ത് ചെയ്യാണ്, ഒന്ന് എംഫസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഊന്നി പറയുകയാണ്. വാട്ട് വാസ് ദ റിസൾട്ട് ഓഫ് ദി അഡ്വൈസ്. അപ്പോൾ അച്ഛൻ നൽകിയ ആ ഒരു അഡ്വൈസിൻ്റെ ഫലം എന്തായിരുന്നു? ആസ് എ റിസൾട്ട് ഓഫ് ഡാഡീസ് അഡ്വൈസ്, Michael realized the importance of practice, determination and giving his best effort. അപ്പോൾ അതിൽ മൈക്കലിന് എന്ത് മനസ്സിലായി, തിരിച്ചറിഞ്ഞു, പ്രാക്ടീസിൻ്റെയും ഡിറ്റർമിനേഷൻ്റെയും നമ്മുടെ ആ ഒരു ബെസ്റ്റ് എഫേർട്ട് നൽകുന്നതിൻ്റെയൊക്കെ പ്രാധാന്യം മൈക്കൽ തിരിച്ചറിഞ്ഞു. ഇൻസ്പയർഡ് he remembered his game and rushed off to join it. അപ്പം അവൻ എന്ത് ചെയ്തു, ഈ ഒരു കാര്യങ്ങളൊക്കെ ഇൻസ്പയർ ചെയ്ത് അവൻ്റെ ആ ഒരു കളിയുടെ കാര്യം ഓർമ്മ വന്ന് അവൻ അങ്ങോട്ടേക്ക് ഓടിപ്പോയി. കുറേ ആയിട്ട് പാർക്കിൽ കളിക്കാൻ പോകാത്ത കുട്ടിയാണല്ലേ, 4 മാസത്തോളമായി ഈ കണ്ടിന്യൂസ് പ്രാക്ടീസ് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നതാണ്. ഹൈറ്റ് വെക്കാത്തതിൽ വളരെ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന കുട്ടിയാണ്. ഡാഡിയുടെ ഈ ഒരു അഡ്വൈസിൽ അവൻ എന്ത് ചെയ്യാണ്, പാർക്കിലേക്ക് ഓടിപ്പോവുകയാണ്. When Michael reached the park, the game had started. അപ്പോൾ ഓൾറെഡി മൈക്കിൾ ലേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഓടിപ്പോകുന്നത്. അപ്പോൾ പാർക്കിൽ എത്തുമ്പോഴേക്കും ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. He sat on the bench hoping he would get a chance to play. അപ്പോൾ അവനൊരു ചാൻസ് കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ അവൻ എന്ത് ചെയ്യാണ്, ആ ബെഞ്ചിലിരുന്നു. ആൻഡ് he did. അപ്പോൾ അവന് ആ ചാൻസ് കിട്ടുകയും ചെയ്തു. The game was almost over and the score was tied when John, one of the boys on Michael's team, fell and hurt himself. അപ്പോൾ ആ ഗെയിം ഓൾറെഡി എന്ത് ചെയ്യാണ്, തീരാറായിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഓവർ ആൻഡ് ദ സ്കോർ വാസ് ടൈഡ്. രണ്ട് ടീമിൻ്റെയും സ്കോർ ഒരുപോലെയാണുള്ളത്, ടൈലാണുള്ളത്. ആ സമയത്താണ് ജോൺ, മൈക്കലിൻ്റെ ടീമിലുള്ള ജോൺ എന്ന് പറയുന്ന കുട്ടി വീണ് പരിക്ക് പറ്റുന്നത്. ഹിയർ വാസ് മൈക്കിൾസ് ചാൻസ്. അപ്പോൾ ഇതാണ് മൈക്കലിൻ്റെ അവസരം. ടീമിലുള്ള ഒരാൾ പരിക്ക് പറ്റി പുറത്തിരിക്കുമ്പം പകരം ഒരാൾ ഇറങ്ങണ്ടേ. അപ്പോൾ ഇത് മൈക്കലിന് പറ്റിയ അവസരമാണ്. Michael joined his team in the huddles as they gathered on the sideline for a timeout. അപ്പോൾ ആ ഒരു ഒരാൾ വീണ് പരിക്കുവേറ്റ് അടുത്ത ആൾ കയറുന്ന ആ ഒരു ടൈം ഉണ്ടാവില്ലേ, ആ ഒരു ടൈമിൽ ഇവർ ടീമൊക്കെ ജോയിൻ ചെയ്ത് ഹഡിൽ എന്ന് പറഞ്ഞാൽ കൂട്ടം കൂടി നിൽക്കുക. കൂട്ടം കൂടി നിന്ന് ഇവരെല്ലാവരും കൂടി എന്ത് ചെയ്യാണ്, ചേർന്ന് നിന്ന് അവിടെ എത്തിച്ചേർന്ന് കൂട്ടം കൂടി നിന്ന് ഇവർ അടുത്ത പ്ലാൻ എന്താണെന്ന് ഇവരെന്ത് ചെയ്യും, സംസാരിക്കും അല്ലേ. കണ്ടിട്ടുണ്ടാവില്ലേ, ടീമൊക്കെ ചേർന്ന് നിന്ന് അടുത്ത് ഇനി എന്ത് ചെയ്യണം എന്നൊക്കെ ഇവർ ചേർന്ന് നിന്ന് സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടാവില്ലേ. അതുപോലെ ഇവർ ചെയ്യാണ്. ഓക്കെ, ദ ഗെയിം ഈസ് ടൈഡ്.
All we need is 1 point. Who wants to take the shot? Ronnie asked. അപ്പോൾ റോണി ചോദിക്കുകയാണ്, നമ്മുടെ ഗെയിം ഇപ്പം ടൈലാണുള്ളത്, നമുക്ക് വേണ്ടത് 1 പോയിൻ്റാണ്. ടൈലാവുമ്പം ഏതെങ്കിലും ഒരു ടീമിന് 1 പോയിന്റ് നേടി അവർ വിജയിക്കും അല്ലേ. അപ്പോൾ ഹൂ വാണ്ട്സ് ടു ടേക്ക് ദ ഷോട്ട്, ആർക്കാണ് ആ ഷോട്ട് വേണ്ടത്, ആരാണ് ആ ഷോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് റോണി ചോദിക്കുകയാണ്. ഹി ലുക്ക്ഡ് ഇൻ മൈക്കിൾസ് ഡയറക്ഷൻ. അപ്പോൾ മൈക്കിളിൻ്റെ ആ ഒരു ഡിറക്ഷനിൽ മൈക്കിളിനെ നോക്കിക്കൊണ്ടാണ് ഈ ചോദ്യം. ഏത് ചോദ്യം? ഹൂ വാണ്ട്സ് ടു ടേക്ക് ദ ഷോട്ട്, ആർക്കാണ് ഈ ഷോട്ട് വേണ്ടത്, ആർക്കാണ് ആ ഷോട്ട് എടുക്കാൻ പറ്റുക എന്നുള്ള കാര്യം ആര് ചോദിക്കുന്നത്? നമ്മുടെ റോണി ചോദിക്കുന്നത്. ഫീലിംഗ് മോർ കോൺഫിഡൻറ്റ് ദാൻ എവർ, മൈക്കിൾ സെഡ് ഐ വിൽ ഡു ഇറ്റ്. ഇതുവരെ ഇല്ലാതിരുന്നതിനേക്കാൾ കൂടുതൽ ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി, കോൺഫിഡൻസോടു കൂടി നമ്മുടെ മൈക്കിൾ എന്ത് പറഞ്ഞു? ഐ വിൽ ഡു ഇറ്റ്. ഞാൻ ചെയ്യാമെന്ന് മൈക്കിൾ പറയുകയാണ്. ഓക്കെ. വെൻ ദ വിസിൽ ബ്ലൂ ആൻഡ് ദ ഗെയിം റീസ്റ്റാർട്ടഡ്, മാർക്ക് ബിഗാൻ ടു പിക്ക് ഓൺ മൈക്കിൾസ് ആസ് യൂഷ്വൽ. അപ്പോൾ അങ്ങനെ വിസിൽ അടിച്ചു, ഗെയിം സ്റ്റാർട്ട് ചെയ്തു. എന്നത്തെയും പോലെ തന്നെ മാർക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? മാർക്ക് ബിഗാൻ ടു പിക്ക് ഓൺ മൈക്കിളിനെ ആ ഒരു കളിയാക്കാനുള്ള ഇത് എന്നത്തെ പോലെയും പോലെ ആര് ചെയ്യാൻ വേണ്ടി തുടങ്ങി? നമ്മുടെ മാർക്ക് ചെയ്യാൻ തുടങ്ങി. സ്റ്റിൽ ട്രൈങ് ടു പ്ലേ വിത്ത് ദ ബിഗ് ടോയ്സ്, മാർക്ക് ടോണ്ടഡ്. മാർക്ക് എന്ത് ചെയ്യുക? ടോണ്ടഡ് മീൻസ് പരിഹസിക്കുകയാണ്. എന്താ പറയുന്നത്? സ്റ്റിൽ ട്രൈങ് ടു പ്ലേ വിത്ത് ദ ബിഗ് ബോയ്സ്. നീ എന്താ മുതിർന്ന കുട്ടികളപ്പുറം വീണ്ടും കളിക്കാൻ വന്നിരിക്കുകയാണോ എന്ന് പറഞ്ഞ് ഇവൻ എന്ത് ചെയ്യാണ്? പരിഹസിക്കുകയാണ്. ബട്ട് മൈക്കിൾ പെയ്ഡ് ഹിം നോ അറ്റൻഷൻ. പക്ഷെ അവൻ്റെ ആ ഒരു കളിയാക്കലിനോ വാക്കുകൾക്കോ യാതൊരു അറ്റൻഷനും ആരും നൽകുന്നില്ല. നമ്മുടെ മൈക്കിൾ നൽകുന്നില്ല. Taller or not, he had been practicing and today he was determined to win. അപ്പോൾ നീളമുണ്ടോ ഇല്ലയോ അതൊന്നൊരു വിഷയമല്ല. അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അവനൊരു ദൃഢനിശ്ചയം തന്നെ എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ എന്തായാലും വിജയിക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയം അവനെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അങ്ങേയറ്റത്തെ എഫേർട്ട് ഇട്ട് ആ ഒരു ഫലത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കും അല്ലേ. അപ്പം ആ ഒരു ദൃഢനിശ്ചയം ആരെ ഉള്ളിൽ ഇപ്പോഴുണ്ട്? മൈക്കിളിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് എന്താ? ഹൗ ഡിഡ് മൈക്കിൾ ഗെറ്റ് എ ചാൻസ് ടു പ്ലേ? മൈക്കിളിന് എങ്ങനെയാണ് കളിക്കാൻ ഒരു ചാൻസ് കിട്ടിയത്? മൈക്കിൾ അവിടെ എത്തുമ്പോഴേക്കും കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ എങ്ങനെയാണ് മൈക്കിളിന് ചാൻസ് കിട്ടിയത്? മൈക്കിൾ ഗോട്ട് എ ചാൻസ് ടു പ്ലേ വെൻ വൺ ഓഫ് ഹിസ് ടീംമേറ്റ് ജോൺ ഫെൽ ആൻഡ് ഹേർട്ട് ഹിംസെൽഫ്. അല്ലേ, ഒരു ടീമിലുള്ള ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട്? വീണ് പരിക്ക് പറ്റിയിട്ടുണ്ട്, ജോൺ എന്ന് പറയുന്ന കുട്ടി. അതുകൊണ്ടാണ് മൈക്കിളിന് ചാൻസ് കിട്ടുന്നത്. This created an opportunity for Michael to join the game and prove his skill. അപ്പോൾ ഇതാണ് മൈക്കിളിന് എന്ത് കിട്ടിയത്? അവൻ്റെ ആ ഒരു സ്കില്ല് പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് മൈക്കിന് കിട്ടിയത്. അങ്ങനെ അടുത്ത ക്വസ്റ്റൻ എന്താ? മൈക്കിൾ ഡിഡ് നോട്ട് പേ എനി അറ്റൻഷൻ ടു മാർക്സ് ടോൺസ്. വൈ? മാർക്കിൻ്റെ പരിഹാസത്തിന് യാതൊരു ശ്രദ്ധയും ആര് നൽകിയില്ല? നമ്മുടെ മൈക്കിൾ നൽകിയില്ല. എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. മൈക്കിൾ ഡിഡ് നോട്ട് പേ അറ്റൻഷൻ ടു മാർക്സ് ടോൺസ് ബിക്കോസ് he was focused on the game and determined to win. അപ്പോൾ അവൻ്റെ പരിഹാസത്തിന് ഒരു ശ്രദ്ധയും നമ്മുടെ മൈക്കിൾ നൽകിയില്ല. എന്തുകൊണ്ടാണ്? അവൻ്റെ ദൃഢനിശ്ചയം മൊത്തം എന്താ? ജയിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. he had been practicing and was confident in his abilities. അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ കഴിവിൽ അവന് നല്ല വിശ്വാസവും ഉണ്ട്. സോ ഹി ഡിഡ് നോട്ട് ലെറ്റ് മാർക്സ് കമൻസ് ഡിസ്ട്രാക്റ്റീവ്. അതുകൊണ്ട് തന്നെ മാർക്കിൻ്റെ ആ ഒരു കമൻറ്റ്, ആ ഒരു പരിഹാസത്തിനൊന്നും അവനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല? അവനെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അവൻ്റെ ആ ഒരു ദൃഢനിശ്ചയത്തിൽ തന്നെ നിലകൊള്ളുകയാണ് ചെയ്തത്. ഇനി നമ്മൾ ആ കഥയുടെ ലാസ്റ്റ് ഭാഗത്തേക്ക് പോവുകയാണ് കേട്ടോ. ലാരി ത്രൂ ദ ബോൾ ടു മൈക്കിൾ. ലാരി എന്ത് ചെയ്യാണ്? മൈക്കിളിലേക്ക് ബോൾ എറിഞ്ഞു കൊടുത്തു. മൈക്കിൾ കോട്ട് ഇറ്റ്. മൈക്കിൾ അത് പിടിച്ചു. ബൗൺസ്ഡ് ഇറ്റ് ഫോർ എ മൊമെൻറ്റ് ആൻഡ് ദെൻ ടുക്ക് ഓഫ്. ഇങ്ങനെ എന്ത് ചെയ്യുന്നു? വോളിബോൾ കളിക്കുമ്പോൾ കണ്ടിട്ടില്ലേ? ബോൾ ഇങ്ങനെ താഴേക്ക് തട്ടി ഇങ്ങനെ അടിച്ചടിച്ച് പോവുക. അതിനെയാണ് ബൗൺസ് ചെയ്യുക എന്ന് പറയാം. ബൗൺസ് ചെയ്ത് വേഗത്തിൽ ആര് മൂവ് ചെയ്ത് പോവുകയാണ്? നമ്മുടെ മൈക്കിൾ മൂവ് ചെയ്ത് പോവുകയാണ്. ആസ് ഹി അപ്രോച്ച്ഡ് മാർക്ക്, മൈക്കിൾ ഷിഫ്റ്റഡ് ടു ഹിസ് റൈറ്റ്. അപ്പോൾ മാർക്ക് അവൻ്റെ സമീപത്തേക്ക് എത്തിയപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ്റെ ബോള് ബൗൺസ് ചെയ്യുന്നത് റൈറ്റ് ഭാഗത്തേക്ക്, വലതു ഭാഗത്തേക്ക് മാറ്റി. മാർക്ക് ഫോളോഡ്. മാർക്ക് അപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ആ ബോള് അവൻ്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചെടുക്കുന്നതിന് വേണ്ടി ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ബട്ട് വൈൽ ഹി വാസ് സ്റ്റിൽ ഷിഫ്റ്റിംഗ്, അപ്പോഴവൻ എന്ത് ചെയ്യാണ്? വലതു ഭാഗത്തുനിന്ന് ഇടതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തുനിന്ന് വലതു ഭാഗത്തേക്കും ബൗൺസ് ചെയ്ത് ബോൾ തട്ടി പോവുകയാണ്. മൈക്കിൾ സ്പൺ ടു ഹിസ് ലെഫ്റ്റ്. പെട്ടെന്ന് തന്നെ മൈക്കിൾ എന്ത് ചെയ്യാണ്? അവൻ്റെ ലെഫ്റ്റിലേക്ക് മാറ്റുകയാണ്. ഹി സ്റ്റെപ്ഡ് ബിഹൈൻഡ് മാർക്ക് ആൻഡ് ഷോട്ട്. മാർക്കിൻ്റെ പിറകിൽ നിന്ന് അവൻ എന്ത് ചെയ്തു? ഷോട്ട് ചെയ്തു അല്ലേ, എറിഞ്ഞു. ബോള്
എറിയാണ്. ദ ബോൾ ആർക്ഡ് ഫാർ അബവ് ഹിസ് ഓപ്പണൻസ് ഹാൻഡ്സ് ആൻഡ് ഫെൽ സൈലന്റ്ലി ത്രൂ ദ ഹൂപ്പ്. ആ ബോൾ എന്ത് ചെയ്യാണ്, ആർക്ക് ഷേപ്പ്, അതായത് ഇവൻ്റെ കയ്യും കടന്ന് ആ ഒരു വളഞ്ഞ ആ ഒരു ഷേപ്പില്ലേ, നമ്മൾ സ്ട്രെയിറ്റ് അല്ല, ഇങ്ങനെ ഹൈറ്റിൽ പൊങ്ങി നേരെ എങ്ങോട്ടേക്ക് പോകുന്ന ആ ഒരു കാഴ്ച, ആ ലൂപ്പിലേക്ക് പോയി വീഴുന്ന ഒരു കാഴ്ചയാണ് അവിടെ ഉണ്ടായത്. 2 points, the game was over, മൈക്കിൾ ടീം ഹാഡ് വൺ. അപ്പോൾ അവർ ആ ടൈയിൽ നിന്നും 1 പോയിന്റ്. അപ്പം നേരത്തെ 2 പേരും ഓരോ പോയിന്റിലാണുള്ളത്. അപ്പോൾ ഇവർ ഇതും കൂടെ ഈ ഒരു ബോൾ ഹൂപ്പിലേക്ക് ഇട്ടപ്പോൾ ഇവർക്ക് 2 പോയിന്റായി. അങ്ങനെ കളി കഴിഞ്ഞു, മൈക്കിളിൻ്റെ ടീം വിജയിച്ചു. അവർ ആ ഒരു സന്തോഷ പ്രകടനമൊക്കെ നടത്തി ഓടി വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇറ്റ് വാസ് ജസ്റ്റ് ആസ് മൈക്കിൾ ഹാഡ് ഡ്രീംഡ്. അപ്പോൾ ഇത് മൈക്കിളിനൊരു സ്വപ്നം പോലെ തോന്നുകയാണ്. മൈക്കിൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടീമിനെ വിജയിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും കാലമായിട്ട് സ്വപ്നം കണ്ടിരുന്ന ആ ഒരു ആഗ്രഹം എന്ത് ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. When he realized what he had done, Michael took off and didn't stop until he had reached home. അപ്പോൾ അവൻ എന്ത് ചെയ്തു, പെട്ടെന്ന് സംഭവം അവൻ തിരിച്ചറിഞ്ഞു. When he realized what he had done, അവൻ എന്താ ചെയ്തത്, ഇത് സ്വപ്നമല്ല യാഥാർത്ഥ്യമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അതിനുശേഷം അവൻ എന്ത് ചെയ്യാണ്, took off and didn't stop until he had reached home. വീട്ടിലേക്ക് ഓടിപ്പോവാണ്. വീട് എത്തുന്നവരെ അവൻ എന്ത് ചെയ്യുന്നില്ല, ഓട്ടം നിർത്തുന്നില്ല. bursting through the door. bursting എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു എക്സൈറ്റഡ് ഒക്കെ ആയി ആവേശമൂത്ത് ഇങ്ങനെ ഡോറൊക്കെ തള്ളി തുറക്കില്ലേ, അതിനെയാണ് ബേസ്റ്റിംഗ് ത്രൂ ദ ഡോർ എന്ന് പറയുന്നത്. ബേസ്റ്റിംഗ് ത്രൂ ദ ഡോർ ഹി ഷൗട്ടഡ്. അവൻ ഇങ്ങനെ വാതിലൊക്കെ തള്ളി തുറന്ന് ഇങ്ങനെ ഉറക്കെ പറയാണ്, ഐ ഡിഡ് ഇറ്റ് ഡാഡ് ആൻഡ് മം, ഐ ഡിഡ് ഇറ്റ്. അച്ഛാ അമ്മ ഞാൻ ചെയ്തു, ഞാനത് ചെയ്തു. അതായത് അവൻ ടീമിനെ വിജയിപ്പിച്ചു. ഐ ഷോട്ട് റൈറ്റ് ഓവർ ദ ടോൾ ഗൈസ് ഹെഡ് ആൻഡ് വി വൺ ദ ഗെയിം. ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ഹൈറ്റുള്ള കുട്ടിയുടെ തലക്ക് മുകളിലൂടെ ബോൾ ഷോട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വിജയിച്ചു. റണ്ണിങ് ഇൻ ബിഹൈൻഡ് ഹിം റോണി ആൻഡ് ലാറി ജോയിൻ ദ സെലിബ്രേഷൻ. അവന് പിറകെ തന്നെ ഓടി വന്നുകൊണ്ട് റോണിയും ലാറിയും കൂടെ അവരുടെ ആ ഒരു ആഹ്ലാദത്തിൽ പങ്കുചേർന്നു. ദാറ്റ്സ് റൈറ്റ് ലിറ്റിൽ ബ്രദർ യു ഡിഡ് ഇറ്റ്. ശരിയാണ് എൻ്റെ ലിറ്റിൽ ബ്രദർ, നീ അത് ചെയ്തു. യു വൺ ദ ഗെയിം ഫോർ us. നീ നമുക്ക് വേണ്ടി കളി വിജയിച്ചു. ആരൊക്കെ പറയുന്നത്, നമ്മുടെ മൈക്കിളിൻ്റെ ബ്രദേഴ്സായ റോണിയും ലാറിയും. ആഫ്റ്റർ ദാറ്റ് ഡേ മമ്മ സ്റ്റോപ്ഡ് പുട്ടിങ് സാൾട്ട് ഇൻ മൈക്കിൾസ് ഷൂസ്. ആ ദിവസത്തിന് ശേഷം അമ്മ എന്ത് ചെയ്തു, മൈക്കിളിൻ്റെ ഷൂസിൽ ആ ഉപ്പിടുന്ന സംഭവം നിർത്തി. കാരണം മൈക്കിളിന് എന്ത് മനസ്സിലായി, ഹൈറ്റ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് വിജയിക്കാനുള്ള ആ ഒരു ദൃഢനിശ്ചയവും അതിനു വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ എഫേർട്ടും കണ്ടിന്യൂസ് പ്രാക്ടീസും എന്തിലെത്തിക്കും, നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് ആർക്കും മനസ്സിലായി കഴിഞ്ഞു, നമ്മുടെ മൈക്കിളിന് മനസ്സിലായി കഴിഞ്ഞു. ബട്ട് മൈക്കിൾ ഡിഡ് നോട്ട് സ്റ്റോപ്പ് ബീയിങ് പേഷ്യന്റ് ആൻഡ് വർക്കിംഗ് ഹാർഡ്. അപ്പം അമ്മ സാൾട്ട് ഇടുന്നതേ നിർത്തിയിട്ടുള്ളൂ, മൈക്കിൾ എന്ത് തുടർന്നു കൊണ്ടേയിരുന്നു, ക്ഷമയോടെ കഠിനാധ്വാനം ചെയ്യുന്ന പ്രവൃത്തി മൈക്കിൾ തുടർന്നു കൊണ്ടേയിരുന്നു. അപ്പോൾ ഇത് സ്ലൈറ്റ്ലി അഡാപ്റ്റ് ചെയ്തൊരു സ്റ്റോറിയാണ്. ഈ ഒരു 2 ക്വസ്റ്റ്യൻ ആൻസറും കൂടെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഓതേഴ്സ് ആരൊക്കെയാണെന്നും കൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. വൈ ഡിഡ് മൈക്കിൾ റൺ ടു ഹിസ് ഹൗസ് ആഫ്റ്റർ വിന്നിങ് ദ ഗെയിം. അപ്പോൾ മൈക്കിൾ എന്ത് ചെയ്യാണ്, കളി ജയിച്ചതിന് ശേഷം വീട്ടിലേക്ക് ഓടിപ്പോയത് എന്തുകൊണ്ടെന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് നമ്മളെങ്ങനെ ആൻസർ പറയാം, Michael ran to his house after winning the game because he was overjoyed and wanted to share his triumph with his parents. അപ്പോൾ അവൻ അങ്ങേയറ്റം ആഹ്ലാദത്തിലായിരുന്നു. അപ്പോൾ അവൻ്റെ ആ ഒരു വിജയം അവൻ എന്ത് ചെയ്യണം, പാരൻസുമായിട്ട് ഷെയർ ചെയ്യണം. ഹി വാസ് എക്സൈറ്റഡ് ടു ടെൽ ദം അബൌട്ട് ഹിസ് സക്സസ്. അവൻ എന്ത് ചെയ്യണം, അവൻ്റെ ആ ഒരു വിജയത്തിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം, ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് ആരോട് പറയണം, പേരൻസിൻ്റെ അടുത്ത് പറയണം. പൊതുവേ നമുക്കൊക്കെ അങ്ങനെയായിരിക്കും അല്ലേ, നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ വിജയങ്ങളൊക്കെ നമുക്ക് ഫസ്റ്റ് ആരോട് പറയാനാണ് ആഗ്രഹം ഉണ്ടാകുക, നമ്മുടെ പേരൻസിൻ്റെ അടുത്താണ്. അപ്പോൾ അതേപോലെ അതിന് വേണ്ടിയിട്ടാണ് മൈക്കിൾ എന്ത് ചെയ്തത്, ഓടി പോയത്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, വൈ ഡിഡ് മൈക്കിൾസ് മദർ സ്റ്റോപ്പ് പുട്ടിങ് സാൾട്ട് ഇൻ ഹിസ് ഷൂസ്. അവൻ്റെ ഷൂസിൽ സാൾട്ട് ഇടുന്ന ആ ഒരു പ്രവൃത്തി എന്തുകൊണ്ടാണ് അമ്മ സ്റ്റോപ്പ് ചെയ്തത്. മൈക്കിൾ മദർ സ്റ്റോപ്ഡ് പുട്ടിങ് സാൾട്ട് ഇൻ ഹിസ് ഷൂസ് ആഫ്റ്റർ ഹി വൺ ദ ഗെയിം ആൻഡ് പ്രൂവ്ഡ് ദാറ്റ് പ്രാക്ടീസ് ആൻഡ് ഡിറ്റർമിനേഷൻ വെയർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ സൂപ്പർസ്റ്റിഷൻ. അപ്പം എന്തുകൊണ്ട് അമ്മ നിർത്തിയത് എന്താ, അതായത് അവൻ എന്ത് കാര്യം മനസ്സിലായിട്ടുണ്ട്,
അവൻ ആ കളി വിജയിച്ചതോടുകൂടി അവന് തെളിയിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പ്രാക്ടീസും ഡിറ്റർമിനേഷനൊക്കെയാണ് നമ്മുടെ സൂപ്പർസ്റ്റിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിങ്ങനെ എന്തെങ്കിലും ആ ഒരു സൂപ്പർസ്റ്റിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അദൃശ്യ ശക്തിയുടെ ഒരു കഴിവ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ആ ഒരു ഉപ്പിട്ട് കഴിഞ്ഞാൽ എന്തോ നടക്കുന്നുള്ള ഇതിലാണ് ക്ഷമയോടുകൂടി ആര് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്, നമ്മുടെ മൈക്കൽ. അപ്പോൾ ആ ഒരു സൂപ്പർസ്റ്റിഷൻ, ആ ഒരു അദൃശ്യ ശക്തിയേക്കാളൊക്കെ നമുക്ക് നമ്മുടെ പ്രാക്ടീസും ഡിറ്റർമിനേഷനുമാണ് നമ്മളെ വിജയത്തിൽ എത്തിക്കാൻ കഴിയാന്ന് മൈക്കൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. മൈക്കലിനത് ബോധ്യമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം വെറുതെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഉപ്പ് ഷൂല് വിതരേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അമ്മ എന്ത് ചെയ്തത്, ആ പ്രവൃത്തി സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ മക്കളെ, ഇതിൽ ഈ സ്റ്റോറി എഴുതിയ ആൾക്കാർ ആരൊക്കെയാണെന്നറിയോ നിങ്ങൾക്ക്? ഡെലോറിസ് ജോർദാൻ ഈസ് ദ മദർ ഓഫ് ദ ബെസ്റ്റ് നോൺ ബാസ്കറ്റ്ബോൾ പ്ലെയർ. നമ്മുടെ മൈക്കൽ ജോർദാൻ്റെ അമ്മ ഡെലോറിസ് ജോർദാനാണ് ഈ ഒരു കഥ എഴുതിയത്. അപ്പോൾ അവരോടൊപ്പം തന്നെ ആരും ഉണ്ടായിരുന്നു, മൈക്കലിൻ്റെ സിസ്റ്റർ റോസ്ലിൻ എം ജോർദാൻ. അവരും കൂടെ ചേർന്നാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്നത്. മൈക്കലിൻ്റെ യഥാർത്ഥ ജീവിത കഥയാണ്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു പാഠഭാഗം തീർന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള ആക്ടിവിറ്റീസൊക്കെ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ആക്ടിവിറ്റീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും അറിയിക്കുക. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും താങ്ക് യു.